പ്രസ് മത്സരം സ്പോൺസർ ചെയ്തിരിക്കുന്ന മത്സരം മത്സരങ്ങളും കടന്നു വരുമ്പോൾ വളരെ സാങ്കേതിക ബുദ്ധിമുട്ടോടുകൂടി അവ സജ്ജീകരിച്ച് കൊണ്ടുവരുന്നതിനാൽ നഗരവീതിയിലേക്ക് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ അറിയിക്കട്ടെ, ഗാഡികൾ റോഡിലേക്ക് തിങ്ങിക്കൂടി കയറി നിൽക്കരുത്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ആശയത്തോട് മുൻനിർത്തി 2013 ഒക്ടോബർ മുതൽ 2013 നവംബർ വരെ ആരോഗ്യയുടെ പ്രഥമ മന്ത്രാനായിരുന്ന സെബാസ്റ്റ്യൻ വൈദ്യൻ തിരുമേനി 1972 ഡിസംബർ മാസം 7-ാം തീയതി ഇപ്പോൾ നഗരവീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരുനാൾ ആഘോഷ പരിപാടികളുടെ സമ്പൂർണമായ സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കും. പാലായിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവർക്ക് സുഗമമായി ദർശിക്കത്തക്ക സമ്പൂർണമായ സംരക്ഷണം തിരുനാളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിച്ച മറിയം ദൈവത്തിന്റെ ആജ്ഞയ്ക്ക് സമ്മതം നൽകുന്നു. മറിയത്തിന്റെ വിശ്വാസത്തിൽ സംപ്രീതനായ ദൈവം ജീവനിലേക്കുള്ള വാതിൽ തുറന്നതിന്റെ പ്രതീകം തൊട്ടു പിന്നിലായി. തിരുസഭയുടെ നെടും തൂണുകളായ വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ് ശ്ലീഹന്മാർ തുറന്ന സുവിശേഷ ഗ്രന്ഥത്തിലൂടെ യഥാർത്ഥ വാതിലായ മിശിഹായിലേക്കും അവിടുന്ന് നൽകുന്ന നിത്യജീവനിലേക്കും മാനവരാശിയെ കടത്തിവിടുന്നു. ദൃശ്യമാണ് നഗരത്തിന്റെ ഹൃദയ കവാടത്തിലുള്ള കപ്പലയുടെ മുമ്പിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. വിശ്വാസവാദം മത്സരങ്ങളോടൊപ്പം 4 വോളണ്ടിയേഴ്സ് വീതം ഉണ്ടായിരിക്കേണ്ടതാണ്. തിരുനാൾ വോളണ്ടിയേഴ്സും ശിവകേന്ദ്ര വോളണ്ടിയേഴ്സും പ്രത്യേകം ശ്രദ്ധിക്കുക. ബൈബിൾ ടാബ്ലോ ദൃശ്യങ്ങൾ വളരെ സാങ്കേതിക വൈഷമ്യത്തോടെ സജ്ജീകരണങ്ങൾ നിങ്ങളുടെ വർഷത്തിൽ ഉണ്ടാകണം. ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ടേ മറ്റൊരു കാര്യം, ദൃശ്യങ്ങളുടെ മനോഹാരിതയിൽ മതിമയങ്ങി നിൽക്കുമ്പോൾ നിങ്ങളുടെ ആഭരണങ്ങൾ പടപ്പേക്കുകൾ ഇവ നഷ്ടപ്പെടാതിരിക്കുവാൻ ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും മുറവിളി കൊള്ളുകയും ചെയ്യുന്ന സ്ത്രീകളുടെ സമൂഹവും നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. എന്തെന്നാൽ യോഹന്നാൻ അവനോട് പറഞ്ഞിരുന്നു, അവളെ നീ സ്വന്തം. ഹെരോദേസിന്റെ ജന്മദിനത്തിൽ ഹെരോദിയായുടെ പുത്രി രാജസദസ്സിൽ നൃത്തം ചെയ്ത് അവനെ സന്തോഷിപ്പിച്ചു. തന്മൂലം അവൾ ചോദിക്കുന്നത് എന്ത് നൽകാമെന്ന് രാജാവ് അവളോട് ആണയിട്ട് വാഗ്ദാനം ചെയ്തു. അവൾ അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് പറഞ്ഞു, സ്നാപക യോഹന്നാന്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക. രാജാവ് ദുഃഖിതനായി, എങ്കിലും തന്റെ ശബ്ദത്തെയും അതിഥികളെയും പരിഗണിച്ച് അത് അവൾക്ക് നൽകുവാൻ അവൻ ആജ്ഞാപിച്ചു. അവൻ കാരാഗൃഹത്തിൽ ആളയച്ച് യോഹന്നാന്റെ തല വെട്ടി ശിഷ്യർ ചെന്ന് മൃതശരീരമെടുത്ത് സംസ്കരിച്ചു. അനന്തരം അവർ യേശുവിനെ വിവരമറിയിച്ചു. നമ്പർ 3 അവതരിപ്പിക്കുന്ന ശിരച്ഛേദം. അണലി സന്തതികളെ ഓടി ഒളിക്കുവിൻ, വരാനിരിക്കുന്ന നിത്യനാശത്തിൽ നിന്നും രക്ഷപ്രാപിക്കുമെന്നും മുമ്പിൽ നൃത്തം ചെയ്യിച്ച് നിന്നും തിങ്ങിക്കയറുന്ന ആളുകളോട് ഒരിക്കൽ കൂടി ഞങ്ങൾ അപേക്ഷിച്ചുകൊള്ളുന്നു, ദയവായി ഈ സൈഡിലേക്ക് മാറി നിന്ന് നിങ്ങൾ ഈ ദൃശ്യം ഏറ്റവും മുമ്പിലായി ജംഗ്ഷനിലേക്ക് പല CYMS സംഘടിപ്പിച്ച കുറുമുണ്ടി
അവൻ ഇവിടെയില്ല. നഗരഹൃദയത്തിലെത്തി കുരിശുപള്ളിയുടെ മുമ്പിലൂടെ ഈ നഗരവീതിയിൽ കിഴക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുമ്പിൽ കടന്നു പോകാൻ എത്തിക്കഴിഞ്ഞു. അതിന് തൊട്ട് മുമ്പിലായി നടത്തുന്ന ബൈബിൾ ടാമ്പോ മത്സരം ഇതാ 1, 2, 3, 4 എന്നീ നമ്പർ ക്രമത്തിൽ തന്നെയാണ് നടന്നത്. നമ്പർ 5 അവതരിപ്പിക്കുന്ന ദൃശ്യം സിക്കമൂർ മരത്തിൽ കയറി യേശുവിനെ കാണുവാനായിരിക്കുന്ന സക്കേവൂസിന്റെ ദൃശ്യമാണ് നമ്പർ 5 അവതരിപ്പിക്കുന്നത്. ദൃശ്യമാണ് ഇതാ നഗരഹൃദയത്തിൽ എത്തിയിരിക്കുന്നത്. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരായ ഒരാളിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. പ്രധാന നഗരവീതിയിലൂടെ കുരിശുപള്ളി ജംഗ്ഷനിൽ നിന്ന് കിഴക്കോട്ട് നീങ്ങുന്ന വാഹനങ്ങൾ സുഗമമായി നീങ്ങുന്നതിന് പാതയോരങ്ങളിൽ കണ്ടു നിൽക്കുന്ന കാണികൾ സഹകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്പർ 6 അവതരിപ്പിക്കുന്ന രംഗം കുരിശുപള്ളിയുടെ മുൻപിൽ നഗരഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞു. നമ്പർ 6 അവതരിപ്പിക്കുന്ന രംഗം ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന രംഗമാണ് അവർ അവതരിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 45 മുതൽ 51 വരെ വചനങ്ങൾ അനുവർത്തമാക്കിക്കൊണ്ട് നമ്പർ 6 അവതരിപ്പിക്കുന്ന രംഗം ഇതാ നഗരഹൃദയത്തിൽ എത്തിക്കഴിഞ്ഞു. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു. ഏകദേശം 9-ാം മണിക്കൂറായപ്പോൾ യേശു എലിയായെ വിളിക്കുന്നു. ഉടനെ അവരിൽ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തു. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു, നിൽക്കൂ, ഏലിയ വന്ന് അവനെ രക്ഷിക്കാൻ. വന്നിരുന്ന പ്രൊഫഷണൽ നാടകമേളയിലെ മത്സരത്തിൽ വിജയികളായുടെ പേരുകൂടെ സമ്മാനങ്ങളും വൈകുന്നേരം നൽകുന്നതാണ്. തിരുനാളിൽ പങ്കെടുത്ത് അമ്മയുടെ അനുഗ്രഹപ്രാപ്തിക്കായി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും തങ്ങളുടെ കുഞ്ഞുമക്കളെയും മറ്റും അടിമ വെപ്പിക്കുന്നതിനും മറ്റു നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതിനും ഇപ്പോൾ ഈ കപ്പേളയിൽ സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. ആയതിലേക്ക് ഈ കപ്പേളയുടെ മുൻപിൽ അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപത്തിലുള്ള കൗണ്ടറിൽ പണമടച്ച് എത്തിച്ചേരണം. തിരുനാൾ വോളണ്ടിയേഴ്സിൽ സന്നദ്ധരായ ഒരു 5-8 പേര് എത്രയും വേഗം ജൂബിലി പന്തലിന് മുമ്പിലുള്ള തിരുസ്വരൂപത്തിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ബൈബിൾ ടാബ്ലോ മത്സര ഇനങ്ങൾ ഒന്നൊന്നായി. ഈ ടാബ്ലോ മത്സരവും ബൈബിൾ ടൂ വീലർ ഫാൻസിലും തിരുനാൾ വോളണ്ടിയേഴ്സിനോടും പ്രത്യേകം നന്ദി അറിയിച്ചുകൊള്ളട്ടെ.